ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് അതും കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു ചെയിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി നമുക്ക് എടുക്കാനുള്ളത് ഈ ഒരു സ്റ്റോൺസുകളാണ്. ഞാനിത് ഒരു പിങ്ക് കളറുള്ള ലോക്കറ്റ് വെച്ചിട്ടാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആദ്യമുള്ള സ്റ്റോൺസാണ് ബ്ലൂ, പിങ്കൊക്കെ. ഇപ്പം ഞാൻ പിങ്ക് ഉള്ളതാണ് കാണിക്കുന്നത്. അതിനു വേണ്ടി നമുക്ക് കുറച്ച് ബീഡ്സ് ആവശ്യമുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഗോൾഡൻ കളറുള്ള സ്റ്റോൺസും ആവശ്യമുണ്ട്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇവിടെ അടുത്തുനിന്നുള്ള ഒരു ബട്ടൺ ഹൗസ് എന്നാണ്. ചെറിയ പൈസയേ ഉള്ളൂ, ഒരു പാക്കറ്റിന് 30 റുപ്പീസ് അങ്ങനെ ഉണ്ടാവും. പിന്നെ ഈ ബീഡ്സിന് നമ്മൾ മാല ഉണ്ടാക്കുന്ന ടൈമിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ പിങ്ക് കളർ ഇത് യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാണ് ഗ്ലാസ് ഷീറ്റ്. ഇതിലേക്കാണ് നമ്മൾ സ്റ്റോൺസിനെ സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ടത്. അതിലേക്ക് ഗമ്മാക്കിയതിന് ശേഷം അതിലേക്കാണ് നമ്മൾ സ്റ്റോൺസിനെ ഒട്ടിച്ച് വെക്കുക. ഇതാണ് B7000 ഗമ്മാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല കുഴപ്പമില്ലാത്ത ഗമ്മാണ്, നല്ല സ്റ്റിക്കി ആയിട്ടുള്ളതാണ്. ആദ്യം ഇത് ഗ്ലാസ് ഷീറ്റിലേക്ക് നല്ലോണം നമുക്ക് വേണ്ടുന്ന ഷേപ്പിലേക്ക് ആക്കിയതിന് ശേഷം അതിലേക്ക് സ്റ്റോൺസ് ഒട്ടിക്കുകയായിട്ടുള്ളത്. ഞാൻ ആദ്യം 4 ലോക്കറ്റ് ഉണ്ടാക്കാനുള്ളതിൻ്റെ ഗം അതിലേക്ക് ആദ്യം ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, 4 ലോക്കറ്റ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 4 ലോക്കറ്റിന് വേണ്ടുന്ന ഗമ്മ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോന്നിലേക്കും ഞാൻ അതിന് വേണ്ടുന്ന സ്റ്റോൺസ് ഇട്ട് കൊടുക്കുക ചെയ്യുക. നമുക്ക് എങ്ങനത്തെ ഷേപ്പിലാണ് വേണ്ടത് അങ്ങനത്തെ ഷേപ്പിൽ നമ്മൾ ഗമ്മ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് സ്റ്റോൺസ്. അത് നമ്മൾ ഓരോന്നായിട്ട് പ്ലക്കർ യൂസ് ചെയ്ത്, എൻ്റെ അടുത്ത് പ്ലക്കർ ചെയ്യണം. അതിന് വേണ്ടുന്ന എക്യുപ്മെൻറ്റ് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് പ്ലക്കർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത്. അത് വെക്കുമ്പോൾ നമ്മൾ കയ്യുമായിട്ട് പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ നോക്കി ചെയ്യുന്നതാണ്. നിങ്ങൾക്കാകുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തോ. ഇതിപ്പം ഞാനത് ചെയ്തിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. കൈ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു ഗോൾഡൻ കളറുള്ള സ്റ്റോൺ മേലെ വെച്ചിട്ട് 3 പിങ്ക് കളറുള്ള സ്റ്റോൺ താഴത്ത് ഇങ്ങനെ വില പോലെ വെക്കുക. അതാണ് എൻ്റെ ഡിസൈൻ. ഈ സ്റ്റോൺസിനെ എടുക്കാൻ കുറച്ച് പണിയാണ്. ഗമ്മും കൂടി ഒട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നിൽക്കാനെല്ലാം പണിയാണ്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അത് ആ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുന്നത്. പ്രാക്ടീസ് ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ അറിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെടുന്നത്. ഇപ്പം ഞാൻ 2 എണ്ണത്തിനുള്ള സ്റ്റോൺസ് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് കണ്ടോ.
ബാക്കിയുള്ളത് ഞാൻ ചെയ്ത് വെച്ചു. ഞാൻ പിന്നെ കൈനെ കൊണ്ടെല്ലാം എടുത്ത് വെച്ചത്, പ്ലക്കറിനെ കൊണ്ട് വെച്ചിട്ട് ആവുന്നില്ല. എന്താ 4 ലോക്കറ്റിന് വേണ്ടിയിട്ടുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. 4 ലോക്കറ്റ്സ് ഇപ്പം ഗം ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലയില്ലേ ഗൈസ് കാണാൻ? ഇനി നമുക്കതിന് ആ ഗ്ലാസ് ഷീറ്റിന് അതിന് കട്ട് ചെയ്തെടുക്കണം. ആ ഷേപ്പ് നോക്കിയിട്ട് അതുപോലെ നമ്മൾ ഒരു സിസർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പം അതിനെ കട്ട് ചെയ്ത് കാണിക്കുന്ന സിസർ ഇല്ലെങ്കിൽ ബ്ലേഡ് ആയാലും മതി, നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അതങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് നമുക്ക് വേണ്ടുന്ന ആ ഒരു ലോക്കറ്റിൻ്റെ ഷേപ്പിലേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ഗ്ലാസ് ഷീറ്റിൻ്റെ അതിൻ്റെ നമ്മൾ സിസറോ അല്ലെങ്കിൽ ബ്ലേഡോ യൂസ് ചെയ്ത് നമുക്കതിങ്ങനെ കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ 5 ലോക്കറ്റ് ഇതിന് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇത് ലോക്കറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള കൊളുത്ത് ഞാൻ ഗം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ മറന്നു പോയതാണ്. അതെങ്ങനെ ചെയ്തെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ട്. 5 ലോക്കറ്റ്സ് റെഡിയായി. ഇനി നമുക്കിതിന് ഇതിൻ്റെ വയറിലേക്ക് ഇടണം. ഇതിന് യൂസ് ചെയ്യുന്നത് ഗിയർ വയറാണ്. ഇത് ഞാനിവിടെ ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങിയതാണ്. അതിനൊരു 40 റുപ്പീസ് ആയിട്ടുണ്ടാവും. അത് നമുക്ക് എത്ര ലെങ്ത്ത് വേണ്ടത്, നമ്മൾക്ക് അകത്തിൽ എത്ര ലെങ്ത്തിൽ ഇടുന്നത് വെച്ചാൽ ആ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. ആദ്യം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ അളവ് വേണ്ട ആ അളവിൽ കട്ട് ചെയ്തെടുക്കാം. അതിന് ശരിക്കും അത് മടക്കിയിട്ട് അതിൻ്റെ ആ സ്ലോട്ടിൽ തന്നെ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ അത് വല്ലാണ്ട് പുറത്തേക്ക് വരും.
നമ്മളിനി നമുക്ക് വേണ്ടുന്ന ബീഡ്സ് എടുക്കാം. ബീഡ്സ് എടുത്തിട്ട് അതിനെ അവിടെ ലോക്ക് ചെയ്ത് വെക്കണം ആദ്യം. ഓരോ ബീഡ്സ് ആയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഒരു നടുക്കേക്ക് നമ്മൾ ആ ഒരു ലോക്കറ്റും കൂടി ഇടുക. ഞാൻ ഒറ്റക്കാക്കി നോക്കിയതാണ്, ഫസ്റ്റ് ടൈമാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്.